ടുമാറോലാൻഡ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് ഫെസ്റ്റിവലാണ് ടുമാറോലാൻഡ്. ടുമാറോലാൻഡ് നടക്കുന്നത് ബെൽജിയത്ത് ബൂ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. 2005 മനു ആൻഡ് മൈക്കിൾ ബേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് ബ്രദേഴ്സ് ഇൻ അസോസിയേഷൻ വിത്ത് IDT ഗ്രൂപ്പാണ് ടുമാറോലാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏകദേശം 5000 പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പിന്നെ അത് വളർന്ന് ഇന്ന് ഏകദേശം ആഫ്റ്റർ 19 ഇയേഴ്സ് 2024 17 സ്റ്റേജും നിയർലി 5 lakh പീപ്പിളാണ് ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. എവറി ഇയർ ലാസ്റ്റ് 2 വീക്കെൻഡ്സ് ഓഫ് ജൂലൈയിലാണ് ടുമാറോലാൻഡ് നടക്കുന്നത്. ടുമാറോലാൻഡിൻ്റെ ഏറ്റവും വലിയ അടുത്ത ഒരു അട്രാക്ഷനാണ് അവരുടെ ക്യാമ്പിംഗ് ഏരിയ വിച്ച് ഈസ് കോൾഡ് ആസ് ഡ്രീംവിൽ. ടുമാറോലാൻഡ് ഫെസ്റ്റിവലിന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് അവരുടെ ക്യാമ്പിംഗ് ഏരിയ ഉള്ളത്. ക്യാമ്പിംഗ് ഏരിയ നമുക്ക് ഡയറക്റ്റ് ടുമാറോലാൻഡിലേക്കുള്ള ആക്സസുമുണ്ട്. ക്യാമ്പിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ ചുമ്മാ വെറുതെ ഒരു ക്യാമ്പിംഗ് ഏരിയ മാത്രമല്ല, അവിടെ പല പല ഓപ്ഷൻസും നിങ്ങൾക്ക് അവിടെ ജിം, സലൂൺ, ബാർ, ഗെയിം ഏരിയ, ഓൾ കൈൻഡ് ഓഫ് ഫുഡ്സ്, എവറിത്തിങ് നിങ്ങൾക്ക് എല്ലാം അവിടെ കിട്ടുന്നതാണ്. ക്യാമ്പിംഗ് ഏരിയയുടെ സ്റ്റേ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ അവിടെ മാഗ്നിഫിക്കന്റ് ഗ്രീൻ, ക്യാമ്പ് ടു ക്യാമ്പ്, ഫ്രണ്ട്ഷിപ്പ് ഗാർഡൻസ്, അങ്ങനെ പല വെറൈറ്റീസ് ഉള്ള സെഷൻസ് ഓഫ് ക്യാമ്പിംഗ് ഏരിയാസ് ഉണ്ട്. ടെൻ്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ടെൻ്റ് കൊണ്ടുപോകാം. അവിടെ പ്രീ ഓക്യുപ്പൈഡ് ടെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം പല പല കാറ്റഗറീസ് ആയിട്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ടുമാറോലാൻഡ് ടിക്കറ്റ്സ് എങ്ങനെ എടുക്കാം, അതിൻ്റെ ഹൗ മച്ച് ഇറ്റ് വിൽ ബി. ടുമാറോലാൻഡ് ടിക്കറ്റ്സ് എടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിടയ്ക്ക് വരെ എത്ര കാശുണ്ടായാലും നമുക്ക് ടുമാറോലാൻഡ് ടിക്കറ്റ് കിട്ടാമെന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി ടഫ്. ഒരു 1 year ബാക്കുണ്ട്. ടുമാറോലാൻഡ് ടിക്കറ്റ്സിൽ നടക്കുന്നത് ഏകദേശം 3 ഫേസസിലായിട്ടാണ്. വൺ ഇസ് ഗ്ലോബൽ ജേർണി, ആൻഡ് സെക്കൻഡ് ഇസ് ബെൽജിയൻ ഓർ വേൾഡ് വൈഡ് പ്രീസെയിൽസ്, ആൻഡ് തേർഡ് ഇസ് വേൾഡ് വൈഡ് പ്രീസെയിൽസ്. ഈ 3 ഫേസസിലായിട്ടാണ് ഇതിൻ്റെ ടിക്കറ്റ് സെയിൽ നടക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഡിസംബർ 1st വീക്ക് ഓർ 2nd വീക്കോട് കൂടി ഇതിൻ്റെ ഒരു പ്രീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് നെക്സ്റ്റ് 2025 നിങ്ങൾ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ പ്രീ രജിസ്ട്രേഷൻ ദാറ്റ് ഈസ് ബിഗിൻസ് ഓൺ 2024 ഡിസംബർ, വിച്ച് ഈസ് നത്തിങ് ബട്ട് നമ്മൾ ടുമാറോലാൻഡ് ഒഫീഷ്യൽ സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രീ സെയിൽസ്. വൺസ് അത് കഴിഞ്ഞാൽ ഗ്ലോബൽ ജേർണി ടിക്കറ്റ് ഫേസ് 1, ദാറ്റ് ഈസ് ഓൺ ഗ്ലോബൽ ജേർണി. അത് ഓപ്പൺ ആവുന്നത് Jan 1st വീക്കിലാണ്. ഗ്ലോബൽ ജേർണി ടിക്കറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഫുൾ പാക്കേജ് ഇൻക്ലൂസീവ് ആയിരിക്കും. ടുമാറോലാൻഡ് അറേഞ്ച് ചെയ്യുന്ന ഫ്ലൈറ്റ്, ട്രാൻസ്പോർട്ട്, അക്കോമഡേഷൻ ആൻഡ് ഫെസ്റ്റിവൽ പാസസ്, ഇത് ഓൾ ഇൻക്ലൂസീവ് ആയിട്ടാണ് ഗ്ലോബൽ ജേർണി വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ബെൽജിയൻ വേൾഡ് വൈഡ് പ്രീസെയിൽസ് ആണ്. ഈ വേൾഡ് വൈഡ് പ്രീസെയിൽസ് അഥവാ ബെൽജിയൻ പ്രീസെയിൽസ് പറഞ്ഞാൽ ബെൽജിയൻസിന് ഒരു ചെറിയ പ്രിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ അത് നടക്കുന്ന ഏകദേശം ഒരു Jan ലാസ്റ്റ് വീക്കോട് കൂടിയായിരിക്കും ആ സെയിൽ നടക്കുന്നത്. ദെൻ വേൾഡ് വൈഡ് സെയിൽ, ഹോൾ വേൾഡ് സെയിൽസ് നടക്കുന്നത് Feb 1st. ഇങ്ങനെ 3 ഫേസസിലായിട്ടാണ് സെയിൽ നടക്കുന്നത്. ഇനി നമുക്ക് ടുമാറോലാൻഡ് ടിക്കറ്റ് പ്രൈസിങ് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു കാറ്റഗറി ആയിരുന്നു ഗ്ലോബൽ ജേർണി. സോ ഗ്ലോബൽ ജേർണി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അതിലും ചോയ്സസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ. ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീംവില്ലായിരിക്കും, പ്ലസ് ഫസ്റ്റ് ഇയർ പാസസ്. ഇങ്ങനെ ടോട്ടലായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ബെൽജിയത്ത് ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് അക്കോമഡേഷൻ വിത്ത് ഫസ്റ്റ് ഇയർ പാസസ്, അങ്ങനെ പല കാറ്റഗറിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് പ്ലസ് ട്രാൻസ്പോർട്ട് പ്ലസ് അക്കോമഡേഷൻ ആൻഡ് ഡ്രീംവിൽ ആൻഡ് ഫസ്റ്റ് ഇയർ പാസസ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആവറേജ് ഒരു എമൗണ്ട് വരുന്നത് ഇറ്റ് വിൽ ബി നിയർ ടു 2100 euros to 2500 euros. ഈ ഒരു റേഞ്ചിലായിരിക്കും ഗ്ലോബൽ ജേർണി ടിക്കറ്റ് പാസ് വരുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബെൽജിയൻ ഓർ വേൾഡ് വൈഡ് പ്രീസെയിൽസ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് സെയിൽസ് ആണ്. ഈ 2 കാറ്റഗറിയിൽ സെഷൻസ് ഓഫ് ടിക്കറ്റ്സ് സെയിം ആണെങ്കിലും പ്രൈസ് ഇസ് ഡിഫറെൻറ്റ്. ബെൽജിയൻ വേൾഡ് വൈഡ് പ്രീസെയിൽസിൽ പ്രൈസ് കുറച്ച് കുറവായിരിക്കും, വേൾഡ് വൈഡ് സെയിലിൽ ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. Now, coming to the sessions of tickets,
ഇതിൽ നമുക്ക് ഫുൾ മാനസ് പാസ് ആൻഡ് ഡേ പാസ് ഇനി 2 കാറ്റഗറീസിലായിട്ടായിരിക്കും ടിക്കറ്റ്സ് ഉള്ളത്. ഫുൾ മാനസ് പാസ് എന്ന് പറയുന്നത് 3 days ഫസ്റ്റ് ഡേ 3 daysൻ്റെ ഫുൾ ആയിട്ടുള്ള പാസ്, ദാറ്റ് ഇസ് കോൾഡ് ആസ് ഫുൾ മാനസ് പാസ്. ഡേ പാസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ലൈക്ക് നമുക്ക് ഒരു ഡേ സിംഗിൾ ഡേയ്സ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം, അതിനാണ് ഡേ പാസ് എന്ന് പറയുന്നത്. ഇനി ഫുൾ മാനസ് പാസിൽ there is another 2 category that is called as full madness pass and full madness comfort pass. ഈ ടുമാർലാൻഡിൽ നമുക്ക് മെയിൻ സ്റ്റേജിൽ നമുക്ക് ഏത് ടിക്കറ്റ് എടുത്താലും വി ക്യാൻ ഗോ ഇൻ ടു ദ ഫ്രണ്ട് ഓർ ബാക്ക്. അവിടെ അങ്ങനെ നമ്മുടെ ഇന്ത്യയിലൊക്കെ പോലെ ഒരു കാറ്റഗറി ഓഫ് ടിക്കറ്റ്സ് എടുത്താൽ നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. ഇറ്റ്സ് വൺ ടൈം ഒറ്റ ടിക്കറ്റാണുള്ളത്. ജസ്റ്റ് ഒരു ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ട്, അതായത് ഫുൾ മാനസ് കംഫർട്ട് പാസ്. അവിടെ ഒരു കംഫർട്ട് ഏരിയാസ് ഉണ്ട്, ലൈക്ക് ഒരു VIP ഏരിയാസ് പോലെ. പക്ഷെ അത് ഫ്രണ്ടിലൊന്നും അല്ല, അത് കുറച്ച് ബാക്കിലായിട്ടാണ്, ഒരു ബാൽക്കണി പോലെ. നമുക്ക് ഏത് ടിക്കറ്റ്സ് എടുത്താലും ടുമാർലാൻഡിൽ ഏറ്റവും ഫ്രണ്ടിലേക്ക് നമുക്ക് പോകാം, ഏറ്റവും ബാക്കിലേക്ക് പോകാം, എവിടെ വേണമെങ്കിൽ നമുക്ക് പോകാം. ബട്ട് ദ തിങ് ഈസ് ഈ കംഫർട്ട് പാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബാൽക്കണി പോലെ ഒരു ചെറിയ ഒരു സീറ്റിംഗ് പോലെ സ്പേസസ് ഉണ്ടാവും. അതിനാണ് ഈ കംഫർട്ട് പാസ് എന്ന് പറയുന്നത്. ഇഫ് യു ഹാവ് ബഡ്ജറ്റ് നിങ്ങൾക്ക് അത് എടുക്കാം. So full madness passന് for the 3 days it is coming as 304 euros for Belgian pre-sales, and worldwide sales it will become as 374 euros. Same was comfort passന് 530 euros in Belgian pre-sales and 640 euros in worldwide sales. പിന്നെ നെക്സ്റ്റ് ആണ് ഡേ പാസ്. ഞാൻ ഡേ പാസ് ആണ് എടുത്തത് ബിക്കോസ് എനിക്ക് ടൈം കൺസ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ഡേ ആണ് എടുത്തത്. സോ ഡേ പാസിൽ യു ഹാവ് 3 categories again, that is day pass, day pleasure pass and day comfort pass എന്ന് പറയുന്നത്. which is nothing, മോസ്റ്റ്ലി എല്ലാവരും ഡേ പാസ് തന്നെ എടുക്കുക. ഡേ പ്ലഷർ പാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മെയിൻ സ്റ്റേജ് കൂടാതെ there are 16 stages in Tomorrowland. സോ അവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു VIP ഏരിയ പോലെയുണ്ട്. സോ അതിനെയാണ് ഡേ പ്ലഷർ പാസ് എന്ന് പറയുന്നത്. ഈ ഡേ പ്ലഷർ പാസ് എടുത്താൽ നിങ്ങൾക്ക് മെയിൻ സ്റ്റേജിൽ ആ ഒരു മെയിൻ ഏരിയയിൽ VIP ഏരിയയിൽ പോകാൻ പറ്റില്ല. അതിനാണ് നെക്സ്റ്റ് കാറ്റഗറി ദ ഡേ കംഫർട്ട് പാസ്. ഓക്കെ, ഡേ കംഫർട്ട് പാസ് പറഞ്ഞാൽ നിങ്ങൾക്ക് 17 സ്റ്റേജസിലും പോകാം. അവിടുത്തെ കംഫർട്ട് സോണിൽ നിങ്ങൾക്ക് അവിടുത്തെ ഒരു കംഫർട്ട് ഏരിയ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് കയറാവുന്നുള്ളൂ. ആ രണ്ട് പാസിലും വിച്ച് ഇസ് നോ യൂസ് ഗൈസ്. യു ക്യാൻ ടേക്ക് ഡേ പാസ്. ഓഫ് കോഴ്സ് ഇഫ് യു ഹാവ് ബഡ്ജറ്റ് നിങ്ങൾക്ക് ഡേ കംഫർട്ട് പാസ് എടുക്കാം. ആൻഡ് ഫോർ ഡേ പാസ് ഇറ്റ് ഈസ് ഫോർ 1 day it is cost euros 129 on pre-sales, and for world sales it will take us 143 euros. ഗൈസ് ഇനി നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡ്രീം വിൽ പാക്കേജസ് ആണ്. ഡ്രീം വില്ല് നമുക്ക് പല സെഷൻസ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് യു ഹാവ് മാഗ്നിഫിസൻറ്റ് ഡ്രീംസ്, ക്യാമ്പ് ടു ക്യാമ്പ്, ഫ്രണ്ട്ഷിപ്പ് ഗാർഡൻസ്, ഈസി ടെൻസ്, മോണ്ടാജ് ആൻഡ് മുസായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം 6 കാറ്റഗറീസ് ഉണ്ട്. അപ്പം എല്ലാവരും ചൂസ് ചെയ്യുന്ന നമുക്കൊരു മാഗ്നിഫിസൻറ്റ് ഡ്രീംസിൻ്റെ ഒരു ലൈക്ക് അവരുടെ ഒരു പ്രൈസിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഡ്രീം വില്ല് പാക്കേജ് എടുക്കണമെങ്കിൽ നമ്മൾ ഓൺലി ഫുൾ മാഡ്നസ് പാസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ലൈക്ക് നമുക്ക് ഒരു ദിവസത്തേക്ക് ഇപ്പോൾ നമുക്ക് ഡേ പാസ് എടുക്കുമ്പം നമുക്ക് അവിടെ ഡ്രീം വില്ല് നമുക്ക് എടുക്കാൻ പറ്റില്ല. ആൻഡ് വി ഹാവ് ടു ടേക്ക് ഫുൾ മാഡ്നസ് വിത്ത് മാഗ്നിഫിസൻറ്റ് ഗ്രീൻ ഓർ വിച്ച് എവർ ഡ്രീം വിൽ പാക്കേജ് യു ആർ സെലക്ട്. അത് വിത്ത് ടോട്ടൽ ആ ഒരു എമൗണ്ട് ആയിട്ട് കിട്ടത്തുള്ളൂ. സോ ഇഫ് യു ലുക്ക് ഹിയർ മാഗ്നിഫിസൻറ്റ് ഗ്രീൻ package like with 3 days of pass and greens in the price, and it's like euro 381, and that's on Belgium pre-sales, and worldwide sale it's 452. And of course they have their comfort package അവിടെ ഉണ്ട്. So this is all about the pricing. പിന്നെ ടുമാർലാൻഡിൽ ഒരുപാട് പാക്കേജസ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ട്. അവരുടെ ഫെസ്റ്റിവൽ പാസ് ആൻഡ് അക്കോമഡേഷൻ, ഈ 2 പാസ്സാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ അവർക്ക് കസ്റ്റമൈസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ പാസ്, അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്, ആൻഡ് ഫെസ്റ്റിവൽ പാസ് ആൻഡ് ട്രാവൽ പ്രോഗ്രാം, ഇങ്ങനെ 2 കാറ്റഗറീസ് വേറെയും ടുമാർലാൻഡ് ഉണ്ട്. യു ക്യാൻ ചെക്ക് ഓൾ ദെയർ ഇൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക്. പിന്നെ ഒരു കാര്യം പറഞ്ഞത് ലൈക്ക് വി ഹാവ് എ ട്രഷർ കേസ് ഇസ് നത്തിങ് ലൈക്ക് ഒരു വെൽക്കം കിറ്റ് പോലെയാണ്. അതിൽ മെയിൻലി ഇൻക്ലൂഡ് നമ്മുടെ ടുമാർലാൻഡ് ബ്രേസ്ലെറ്റ്സ് ആൻഡ് കുറച്ച് വെൽക്കം
കിറ്റായിട്ട് വേണ്ടിയിട്ടുള്ളത്. സോ ഇഫ് യു വാണ്ട് ദാറ്റ്, നിങ്ങൾക്ക് ബെൽജിയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നമ്മൾ അതായത് പാസ് എടുത്ത് കഴിഞ്ഞ് ടിക്കറ്റ്സ് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് ആ ടിക്കറ്റ് ID വെച്ചിട്ടാണ് ഈ ട്രഷർ കേസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതിൽ ഇഫ് യു ഡോണ്ട് വാണ്ട് ദാറ്റ് നിങ്ങൾക്ക് വെന്യൂവിൽ പോയിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് കളക്ട് ചെയ്യാം. സോ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് €13 ഇൻ ബെൽജിയം. വേൾഡ് വൈഡിലും അവർ ഷിപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കറക്റ്റ് ടൈമിൽ എത്തുമെന്നുള്ള കാര്യം യു ടു സീ. സോ ദാറ്റ്സ് ദി ഓൾ അബൌട്ട് ദി കോസ്റ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സിനാരിയോസും വിച്ച് ഇസ് ഓൺലി അപ്ലിക്കബിൾ ഇഫ് യു ഗെറ്റ് ദ ടിക്കറ്റ്സ് ഫ്രം ദി ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഒഫീഷ്യൽ വെബ്സൈറ്റിന് ടിക്കറ്റ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പ്രൈസിനും കാര്യങ്ങൾക്കൊക്കെ ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആകുന്നത്. പക്ഷേ മോസ്റ്റ്ലി ഒരു 90% നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി ടിക്കറ്റ്സ് കിട്ടത്തില്ല, സോൾഡ് ഔട്ട് ആവും. ദിസ് വാസ് ഹാപ്പൺ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്. ഞാൻ ആക്ച്വലി ലാസ്റ്റ് ബിഫോർ ഒരു ഇയേഴ്സ് ഞാൻ ട്രൈ ചെയ്തതാണ്, എനിക്ക് ടിക്കറ്റ്സ് കിട്ടിയില്ല. ആൻഡ് ദിസ് ഇയർ ഓൾസോ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ ടിക്കറ്റ് ട്രൈ ചെയ്തിരുന്നു, എനിക്ക് കിട്ടിയില്ല. മോസ്റ്റ്ലി നമുക്ക് ഏഷ്യൻ സൈഡിൽ ഇന്ത്യൻ സൈഡിൽ നോക്കിയാൽ ടിക്കറ്റ് കിട്ടൽ ചാൻസ് വളരെ കുറവാണ്. ഇഫ് യു ഹാവ് 10% ചാൻസ് ലക്ക് യു ക്യാൻ ഗെറ്റ് ഇറ്റ്. കിട്ടിയാൽ അടിപൊളി. സോ വാട്ട് വി ഡു, there comes the third party saver that's called as Viagogo. Viagogo വഴിയാണ് ഞാൻ പേഴ്സണലി ടിക്കറ്റ്സ് എടുത്തത്. ആൻഡ് റീസെൻ്റ്ലി there is another team called as Rival Travels. അവരും ടിക്കറ്റ്സ് സെല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒഫീഷ്യൽ ലൈക്ക് പാർട്ട്ണർഷിപ്പ് ഒന്നുമല്ല. സം വേ ഹൗ ദേ ഗെറ്റ് ഇറ്റ്, ലൈക്ക് ബൾക്കായിട്ട് അവർ ബെൽജിയൻ പ്രീസെയിൽസിന് പർച്ചേസ് ചെയ്ത് എന്തൊക്കെയാണ് ഇതിൽ അവർ സെയിൽ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ബട്ട് സം ഹൗ ദേ ഹാവ് ദ ടിക്കറ്റ്സ്. അപ്പം എല്ലാവരുടെയും സേവറാണ്, ദി തേർഡ് പാർട്ടി റെഡി ടു ഗോ സേവേഴ്സ് ആണ് Viagogo. ആൻഡ് ഹൗ ദേ ഗെറ്റ് ഇറ്റ് ഇറ്റ്സ് സ്റ്റിൽ എ മിസ്റ്ററി. ഞാൻ കേട്ടത് ലൈക്ക് അവർ ഇങ്ങനെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് സംഭവം. ഇപ്പം ഞാനും പേഴ്സണലി അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഞാൻ ഡേ പാസ് ആണ് എടുത്തത്. ഞാൻ ലാസ്റ്റ് ഡേ പാസ് ആണ് എടുത്തത്. ആൻഡ് ഓഫ് കോഴ്സ് പ്രൈസ് ഇസ് ഹയർ, മോസ്റ്റ്ലി നിയർ ടു ഡബിൾ ആണ്. സോ ഇഫ് യു ഹാവ് എ ബഡ്ജറ്റ് ആൻഡ് ഇഫ് യു വാണ്ട് ടിക്കറ്റ്സ് സംവൗ യു ക്യാൻ ഓപ്റ്റ് Viagogo. പക്ഷേ Viagogo 100% സേഫ് ഞാൻ പറയില്ല. ഒരു 10 ടിക്കറ്റ്സ് എടുക്കുവാണെങ്കിൽ 9 മെമ്പേഴ്സിന് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക്, അത് ഭയങ്കര റയറായിട്ടാണ് ഒരാൾക്ക് അവിടെ എൻട്രി കിട്ടാതിരുന്നിട്ടുണ്ട്. സോ ഐ ക്യാൻ സേ ഇറ്റ്സ് 95% സേഫ്, നോട്ട് 100%. സോ Viagogoയുടെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതുവഴിയാണ് ടിക്കറ്റ് എടുത്തത്.